മോത്തി ചേച്ചി, നമ്മുടെ ആങ്കർ മോത്തി ചേച്ചി ഇപ്പോൾ ട്രെയിനിലുണ്ട് വന്ദേ ഭാരതിൽ. ഞാൻ അവരിലേക്കൊന്ന് പോവുകയാണ്. മോത്തി ചേച്ചി, വല്ലാതെ പെട്ടുപോയ ഒരു യാത്രയായി അല്ലേ? എന്തായാലും ഉടനെ യാത്ര തുടങ്ങുമെന്നാണ് ഗോകുൽ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ. ഉടനെ പുറപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ജീവനക്കാരും തരുന്നൊരു വിവരം. പക്ഷേ ട്രെയിൻ നീങ്ങി തുടങ്ങിയിട്ടില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഇതിന്റെ ഓട്ടോമാറ്റിക് ഡോറുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് കയറാനും പറ്റുന്നുണ്ട്. എയർ കണ്ടീഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷേ ഈ അനിശ്ചിതത്വം ഇങ്ങനെ നീളുന്നുണ്ട്. ഇത് എപ്പോഴാണ് യാത്ര പുനരാരംഭിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇനിയും തരുന്നില്ല എന്നുള്ളതാണ്. 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് 15 മിനിറ്റുകൾ കഴിഞ്ഞു. പക്ഷേ ആ ഒരു കൺഫ്യൂഷനാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ആദ്യം ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു പ്രശ്നം, ഇവിടെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം ഇന്റർസിറ്റിയിൽ കയറി എല്ലാവർക്കും യാത്ര തുടരാം എന്നായിരുന്നു അനൗൺസ്മെന്റ്. അപ്പോൾ യാത്രക്കാർ ധരിച്ചത് എല്ലാ യാത്രക്കാർക്കും അതിൽ കയറേണ്ടി വരുമെന്നായിരുന്നു. പക്ഷേ ആവശ്യമുള്ളവർക്ക് ഇറങ്ങി ഇന്റർസിറ്റിയിൽ കയറാം എന്ന് വ്യക്തമായൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല സന്ധ്യ. അത് തുടക്കത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ യാത്രക്കാർ മുഴുവൻ ഇറങ്ങി അതിലേക്ക് കയറാനുള്ളൊരു ഓട്ടോ ആയിരുന്നു. പ്രായമായവരും അസുഖമുള്ളവരും കുഞ്ഞുങ്ങളും അടക്കം അങ്ങനെ ഇറങ്ങി ട്രെയിനിലേക്ക് കയറാൻ പോയൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ആ ട്രെയിനിലെ തിരക്ക് കൊണ്ടും വീണ്ടും ഒരു അനൗൺസ്മെന്റ് വന്നതുകൊണ്ടും കുറേ അധികം പേര് വീണ്ടും തിരിച്ചു കയറുകയായിരുന്നു. വീണ്ടും അനൗൺസ്മെന്റ് വന്നത് 15 മിനിറ്റിനകത്ത് ട്രെയിൻ യാത്ര തുടരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വീണ്ടും തിരികെ വന്ന ആൾക്കാർ വന്ദേ ഭാരതിലേക്ക് തന്നെ കയറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ശരി, എന്തായാലും ഉടനെ തന്നെ യാത്ര തുടരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അരമണിക്കൂറിൽ കൂടുതലായി. എല്ലാവരും ഇങ്ങനെ അക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട്. ശരി, എന്തായാലും ഗോകുൽ VS പുറത്തു നിന്ന് നൽകുന്ന വിവരങ്ങൾ ഉടനെ തന്നെ ട്രെയിൻ യാത്ര തുടരുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഉടനെ യാത്ര തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അരമണിക്കൂറായി ഇപ്പോൾ തന്നെ. അതിലൊരു ആശങ്കയുണ്ട്. എന്തായാലും ഉടൻ തന്നെ വന്ദേ ഭാരത് പുറപ്പെടും. ഷൊർണൂരിൽ 3 മണിക്കൂറിലധികമാണ് ട്രെയിൻ പിടിച്ചിട്ടത്. യന്ത്ര തകരാറിനെ തുടർന്ന് യാത്രക്കാരെയൊക്കെ വലയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അങ്കമാലിയിൽ ഒരു പ്രത്യേക സ്റ്റോപ്പ് ഉണ്ട് എന്നതാണ്. വിമാനത്താവളത്തിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഗോകുൽ, ഉടനെ തന്നെ യാത്ര പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഉടൻ തന്നെ യാത്ര ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാങ്കേതിക വിദഗ്ധരൊക്കെ പരിശോധന കഴിഞ്ഞ് ഡോറുകൾ, വന്ദേ ഭാരതിന്റെ ഡോറുകളെല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ട്. എല്ലാ ബോഗികളുടെയും റാക്കുകളുടെയൊക്കെ ഡോറുകൾ അടച്ചിട്ടുണ്ട്. ഇനി ലോക്കോ പൈലറ്റുകൾ കയറിയിട്ടുണ്ട്. ട്രെയിനിലെ സാങ്കേതിക വിഭാഗം ആളുകൾ അത് ഒരു അവസാനഘട്ട പരിശോധന കൂടി നടത്തി വീണ്ടും അവരുടെ ക്യാബിനിലേക്ക്, അവരുടെ ഭാഗത്തേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. ഇനി ഇപ്പോൾ തന്നെ ട്രെയിൻ അതിന്റെ യാത്ര പുനരാരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ പുതിയ ട്രെയിൻ, അതായത് വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ സാങ്കേതിക മികവുള്ള അല്ലെങ്കിൽ ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു ട്രെയിനാണല്ലോ. അപ്പോൾ ആ ട്രെയിൻ ഇത്തരത്തിലൊരു പുതിയ ലോക്കോ എഞ്ചിനിൽ ഘടിപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായുള്ള സാങ്കേതിക പരിശോധനകളൊക്കെ നടത്തുകയാണ്. അതിനുശേഷം ഇപ്പോൾ യാത്ര പുനരാരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആളുകൾ നമ്മളോട് പ്രതികരിച്ച പലരും പറഞ്ഞത് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. പ്രധാനമായും വലിയ പണമൊക്കെ ചെലവഴിച്ചായിരിക്കും വന്ദേ ഭാരതിൽ യാത്ര തുടരുക അല്ലെങ്കിൽ യാത്ര നടത്തുക. അതിനിടയിൽ ഇത്തരത്തിൽ തന്റെ കൃത്യം സമയത്ത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയാണല്ലോ നമ്മൾ സ്വാഭാവികമായി ഇത്തരം ലക്ഷറി ട്രെയിനുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ വലച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വന്ദേ ഭാരത് ട്രെയിനിലെ യാത്രക്കാർക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്കമാലിയിൽ ഒരു സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കാരണം നിരവധി പേർ ഫ്ലൈറ്റ് എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന യാത്രക്കാർ ഈ ട്രെയിനിൽ നിരവധിയുണ്ട്. നമ്മളോട് നേരത്തെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, എറണാകുളത്തേക്ക് അത്യാവശ്യമായി പോവുകയാണെന്നാണ്. ഒരാൾ അങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ മറ്റൊരാളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി, എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടി സൗകര്യത്തിനായിട്ട് അങ്കമാലിയിൽ കൂടി ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്.